കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്ന എല്ലാവർക്കും, വിശേഷാൽ അബു സാറിനും കുടുംബത്തിനും ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. വളരെ നാളത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മുടെ എബനേഷൻ ഇന്റർനാഷണൽ ബൈബിൾ കോളേജിലെ വീണ്ടും നമുക്ക് ഒത്തുകൂടാനിടയായത്. വീണ്ടും നിങ്ങളെ കാണാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഞാൻ ഇതിനിടയിൽ യാത്ര പോയിരുന്നു, നിങ്ങൾക്കറിയാമല്ലോ. എന്നാൽ യാത്ര അവിടെ ആയിരുന്നപ്പോഴും മടങ്ങി വന്നു കഴിഞ്ഞപ്പോഴും ഒക്കെ ശരീരത്തിൽ ഞാൻ ക്ഷീണിതനാണ്. പല വിധത്തിലുള്ള ശാരീരിക പ്രയാസങ്ങൾ എൻ്റെ യാത്രയും അതോടനുബന്ധിച്ചുള്ള താമസവും അവിടുത്തെ ക്ലൈമറ്റും പല സാഹചര്യങ്ങൾ പല ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാക്കിയത്. വളരെ കഠിനമായ പ്രയാസങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നു. എന്നാൽ അനേകർ പ്രാർത്ഥിച്ചു, നിങ്ങൾ പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയുടെ ഫലമായി എനിക്ക് പഴയ ആരോഗ്യ സ്ഥിതിയിലേക്ക് മടങ്ങി വരാനും ബുദ്ധിമുട്ടുകൾ ദൈവം നീക്കിത്തരാനും ഒക്കെ ഇടയായി. ഇപ്പോഴും ഞാൻ വെളിയിൽ പ്രോഗ്രാമിന് പോയി തുടങ്ങിയിട്ടില്ല. സൂമിലെ ക്ലാസ്സുകൾ മാത്രമാണ് ഇപ്പോഴും ഞാൻ എടുക്കുന്നത്. സൂം ക്ലാസ് അല്ലാതെ വേറെ കാര്യങ്ങൾക്കൊന്നും ഞാൻ പുറത്തു പോയി തുടങ്ങിയിട്ടില്ല. കാരണം യാത്ര ഇപ്പോഴും ബുദ്ധിമുട്ടാണ്, കുറച്ച് ദൂര യാത്രയൊക്കെ. അത് പതിയെ മാറി വരുന്നു, ഓക്കെ ആയി വരുന്നു. അപ്പൊ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കുക. തീർച്ചയായും ദൈവം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി എന്ന വണ്ണം ബലപ്പെടുത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ ജീവിച്ചിരിക്കുന്നത് നമുക്ക് വേണ്ടിയല്ല, കർത്താവിന് വേണ്ടിയാണ്. അത് സത്യവുമാണ്. നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മെ രക്ഷിച്ച കർത്താവിന്റെ നാമത്തിന്റെ മഹത്വമാണ്. അത് കഴിഞ്ഞേ ഉള്ളൂ ബാക്കി എല്ലാ കാര്യങ്ങളും. മുൻഗണന കർത്താവിന് തന്നെയാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ അപേക്ഷിക്കുന്നത്. വ്യക്തിപരമായോ കുടുംബപരമായോ ആയ ലക്ഷ്യങ്ങൾ ഉള്ളത് കൊണ്ടല്ല ദൈവം ഭൂമിയിൽ പിന്നെയും ആരോഗ്യത്തോടെ ശേഷിപ്പിക്കുന്നത്. ദൈവരാജ്യത്തിന് വേണ്ടിയാണ് എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. നമ്മൾ തുടങ്ങി വെച്ചത് പൂർത്തിയാക്കുകയാണ് ഈ തുടർന്നുള്ള ചില ക്ലാസ്സുകളിലൂടെ ചെയ്യാൻ പോകുന്നത്. എന്തായിരുന്നു തുടങ്ങി വെച്ചത്? ലേവ്യ പുസ്തകവും എബ്രായ ലേഖനവും തമ്മിലുള്ള ഒരു താരതമ്യ പഠനമാണ്. അത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. മറ്റൊരു പുതിയ വിഷയം നമ്മളെടുത്താൽ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാനുള്ള സമയവും നമ്മുടെ മുമ്പിൽ ഇല്ല. കർത്താവ് അനുവദിച്ചാൽ നമ്മുടെ ഗ്രാജുവേഷൻ താമസിയാതെ നമുക്ക് നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് വളരെ ചുരുങ്ങിയ ദിവസങ്ങളാണ് ക്ലാസ്സിന് വേണ്ടി നമ്മൾ ഇനി മാറ്റിവെച്ചിട്ടുള്ളത്. ഇന്നലെ ക്ലാസ് ഉണ്ടായിരുന്നു. അടുത്ത ആഴ്ചയിൽ തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം 4 ദിവസങ്ങളിലും ക്ലാസ്സുകൾ മുടങ്ങാതെ ഉണ്ടാവും. നിങ്ങളെല്ലാവരും വളരെ ഉത്സാഹത്തോടു കൂടെ ക്ലാസ്സുകളെ അറ്റൻഡ് ചെയ്യണമെന്നും സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പഴയ നിയമത്തിലെ പുസ്തകങ്ങളോട്, പ്രത്യേകിച്ചും പഞ്ചഗ്രന്ഥങ്ങളോട് എബ്രായ ലേഖനത്തിന് വലിയ ബന്ധമുണ്ട്. പഞ്ചഗ്രന്ഥങ്ങളിൽ പാട്, ലേവ്യ, സംഖ്യ എന്നീ ഗ്രന്ഥങ്ങൾ
എബ്രായ ലേഖനവുമായി വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന ലേഖനങ്ങളാണ്, പുസ്തകങ്ങളാണ്. എന്നാൽ ലേവ്യ പുസ്തകത്തിനും എബ്രായ ലേഖനത്തിനും ഇടയിൽ പൊതുവായ പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങളാണുള്ളത്. പൊതുവായ പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങൾ. ഏതൊക്കെയാണ് വിഷയങ്ങൾ? ലേവ്യ പുസ്തകം, എന്നാൽ മറ്റൊരു വിഷയം കൂടെ അതിനകത്തുണ്ട്. അത് സമാഗമന കൂടാരമാണ്. അത് പക്ഷെ ലേവ്യ പുസ്തകത്തിന്റെ വിഷയമല്ല. സമാഗമന കൂടാരം പുറപ്പാട് പുസ്തകത്തിലെ വിഷയമാണ്. ലേവ്യ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഒന്ന് പൗരോഹിത്യം. എഴുതിക്കൊള്ളണം. ഒന്ന് പൗരോഹിത്യം, രണ്ട് യാഗങ്ങൾ. ഈ രണ്ട് കാര്യങ്ങളാണ് ലേവ്യയ്ക്കും എബ്രായ ലേഖനത്തിനുമിടയിൽ പൊതുവായ പ്രധാന വിഷയം. എബ്രായ ലേഖനത്തിലെ പൊതുവായ പ്രധാന വിഷയങ്ങളെല്ലാം പഠിക്കുകയല്ല നമ്മൾ. ലേവ്യയ്ക്കും എബ്രായയ്ക്കും പൊതുവായ വിഷയങ്ങൾ മാത്രമാണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന് പൗരോഹിത്യം, രണ്ട് യാഗങ്ങൾ. ഇത് രണ്ടുമാണ് നമ്മൾ പഠനവിധേയമാക്കാൻ ആഗ്രഹിക്കുന്നത്. ആദ്യമായി നമുക്ക് പൗരോഹിത്യത്തെ കുറിച്ച് നോക്കാം. ഈ പൗരോഹിത്യം എങ്ങനെയാണ് ഉണ്ടാകുന്നത്, എങ്ങനെയാണ് ഉടലെടുത്തത്? മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ഏദൻ തോട്ടത്തിൽ ആദ്യം നടന്നത് ഒരു യാഗമാണ്. ആ യാഗം ഒരാടിനെയാണ് കൊന്നത്. അതാണ് യുഗസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാട് എന്ന വേദപുസ്തക പ്രയോഗത്തിന്റെ പിമ്പിലുള്ള അർത്ഥം അതാണ്. ലാംബ് ഓഫ് ഗോഡ്. നമ്മുടെ കർത്താവിനെ കുറിച്ച് പോലും പറയുന്ന പേരതാണ്, ദൈവത്തിന്റെ കുഞ്ഞാട്. കാരണം യാഗത്തിനുള്ള പ്രധാന മൃഗം അതാണ്. വേറെ മൃഗങ്ങളെ യാഗം കഴിച്ചിട്ടുണ്ട്. എന്നാൽ യാഗവസ്തു അല്ലെങ്കിൽ യാഗമൃഗം എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെടുന്നത് കുഞ്ഞാടിനെ കുറിച്ചാണ്. ദ ലാംബ് ഓഫ് ഗോഡ്, 1 വയസ്സ് പ്രായമുള്ള കുഞ്ഞാട്. അപ്പൊ യാഗത്തിന്റെ ഉൽപ്പത്തി എവിടെ? പാപം സംഭവിച്ചതിന് ശേഷമാണ് യാഗം ആരംഭിക്കുന്നത്. തുടങ്ങിയത് ദൈവമാണ്. എന്നാൽ തുടർന്നങ്ങോട്ട് യാഗം കഴിക്കാനുള്ള ചുമതല കുടുംബത്തലവന്മാർക്കായിരുന്നു. കുടുംബത്തലവന്മാരാണ് യാഗം നടത്തി വന്നിരുന്നത്. എപ്പോൾ മുതൽ? ഏദൻ തോട്ടത്തിന് പുറത്തായത് മുതൽ ലേവ്യ പൗരോഹിത്യം ഉണ്ടാകുന്നത് വരെ കുടുംബത്തലവന്മാർ യാഗം നടത്തി വന്നു. അവർ മരിക്കുമ്പോൾ വിൽപത്രം വഴി മൂത്ത മകന് കൊടുക്കും. അയാൾ മരിക്കാറാകുമ്പം അയാളുടെ വിൽപത്രം വഴി അയാളുടെ മൂത്ത മകന് കൊടുക്കും. അങ്ങനെയായിരുന്നു അതിൻ്റെ ആ രീതി എന്ന് പറയുന്നത്. അപ്പൊ ഈ കുടുംബത്തലവനാണ് യാഗം കഴിച്ചതിന് തെളിവെന്താണ്? അബ്രഹാമിന്റെ വീട്ടിൽ അബ്രഹാമാണ് യാഗം കഴിച്ചത്. ഇയ്യോബിന്റെ കുടുംബത്തിൽ ഇയ്യോബാണ് യാഗം കഴിച്ചത്. യാക്കോബിന് വേണ്ടി യാക്കോബാണ് യാഗം കഴിച്ചത്. ഇസ്ഹാക്കിന് വേണ്ടി ഇസ്ഹാക്കാണ്. നോഹയ്ക്ക് വേണ്ടി നോവയാണ്. അപ്പൊ യാഗം, ഒരു കുടുംബത്തിന്റെ തലവനാണ് യാഗം കഴിക്കാറുണ്ടായിരുന്നത്. അയാൾക്ക് വേണ്ടി അയാൾ യാഗം കഴിക്കും. അപ്പൊ യാഗം എന്നത് തുടങ്ങി വെച്ചത് ദൈവമാണ്. പിന്നീട് ഇത് കുടുംബത്തലവന്മാരിലേക്ക് കൈമാറി. കുടുംബത്തലവന്മാർ ഏതാണ്ട് സീനായി
പർവ്വതം വരെ, അതിന്റെ അടിവാരം വരെ യാഗം നടത്തിക്കൊണ്ടിരുന്നവരാണ്. പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു, നിങ്ങൾ ഓരോ കുടുംബത്തിനും ആബിബ് മാസം 10-ാം തീയതി ഒരു ആട്ടിൻകുട്ടിയെ വേർതിരിക്കണം. 4 ദിവസത്തേക്ക് അതിനെ സൂക്ഷിക്കണം. 4-ാം ദിവസം 14-ാം തീയതി സന്ധ്യാസമയത്ത് അതിനെ അറുക്കണം. ഇതായിരുന്നു പെസഹായുടെ നിയമം. ആരറുക്കണം? ആ കുടുംബത്തലവൻ അറുക്കണം. ഇങ്ങനെയായിരുന്നു. എന്നാൽ ഒരു സംഭവത്തോടു കൂടിയാണ് ലേവി ഗോത്രത്തിന് പൗരോഹിത്യം ലഭിക്കുന്നത്. ആ സംഭവം നിങ്ങൾക്കറിയാം, അതുകൊണ്ട് ഞാൻ പറഞ്ഞു പോകുന്നത്. എന്തായിരുന്നു സംഭവം? മോശ 40 ദിവസം സീനായ് മലയിൽ ദൈവത്തിന്റെ അടുക്കലായിരുന്നു. ഇറങ്ങി വരുമ്പോ താഴ്വരയിൽ വലിയ കോലാഹലം, നൃത്തം, പാട്ട്. അപ്പൊ യോബിയും മോശയും തമ്മില് അന്യോന്യം പറഞ്ഞു, ഇതെന്താ ഇത്? യുദ്ധജയത്തിന്റെ ആരവമാണോ? ജനങ്ങള് പാട്ടും നൃത്തവുമായി ഇത് ചെയ്യുന്നതിന്റെ കാരണം എന്തായിരിക്കാം? ഇവർക്ക് പിടിയിട്ടില്ല. എന്തായാലും താഴോട്ട് ഇറങ്ങി വന്നപ്പോ കണ്ടു കാഴ്ച, കാളക്കുട്ടിയെ ഉണ്ടാക്കി വെച്ച് ആരാധിക്കുകയാണ്. അഹ്റോനാണ് കാരണക്കാരൻ. സ്ത്രീകളുടെ ആഭരണങ്ങളും ഒക്കെ വാങ്ങി മനോഹരമായൊരു കാളക്കുട്ടിയുടെ രൂപം വാർത്തുണ്ടാക്കി, ഇതാണ് നിങ്ങളെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന യഹോവ എന്ന് പറഞ്ഞ് ഉത്സവം നിശ്ചയിച്ച് ജനങ്ങൾ അതിന്റെ മുമ്പിൽ ഗാനപ്രതിഗാനമായി പാടി വലിയ പാട്ടും കൂത്തും. ഇറങ്ങി വരുമ്പോൾ ഈ കാഴ്ച കണ്ട് മോശ കോപാക്രാന്തനായി ദൈവം എഴുതി കൊടുത്ത നിയമത്തിന്റെ കൽപ്പലകകൾ രണ്ടും എറിഞ്ഞ് ഉടച്ചു കളഞ്ഞു. എന്നിട്ട് താഴേക്ക് ഇറങ്ങി വന്ന് ആ കാളക്കുട്ടിയെ കുറെ കൂടെ ഫർണർ വർദ്ധിപ്പിച്ച് അതിനകത്തിട്ട് ചുട്ട് ഓടിച്ച് ധൂളിയാക്കി മാറ്റിയിട്ട് ഈ ജനത്തെ മുഴുവൻ കുടിപ്പിച്ചു. അന്ന് മോശ ഒരു കാര്യം പറഞ്ഞു, യഹോവയുടെ പക്ഷത്തുള്ളവൻ എന്റെ അടുക്കൽ വരട്ടെ. ഈ ആൾക്കൂട്ടത്തിൽ നിന്ന് ലേവി ഗോത്രക്കാർ മോശയുടെ അടുക്കൽ വന്നുകൂടി. ലേവി ഗോത്രക്കാരോട് പറഞ്ഞു, വാളെടുക്ക്, എല്ലാത്തിനെയും വെട്ടിയേക്കാൻ പറഞ്ഞു. വിഗ്രഹാരാധനയ്ക്ക് മുൻകൈ എടുത്ത, അതിന് പങ്കെടുത്ത സകല ഗോത്രങ്ങളിൽ നിന്നുള്ള ആളുകളെ കൊല്ലേണ്ടവരൊക്കെ കൊന്നേക്കാൻ പറഞ്ഞു. സ്ത്രീകളും കുട്ടികളും വൃദ്ധന്മാരും ഒഴിച്ച് വലിയ സംഹാരം നടന്നു വന്നു. അപ്പൊ യഹോവയുടെ പക്ഷത്തുള്ളവൻ എന്റെ അടുക്കൽ വരട്ടെ എന്നുള്ള മോശയുടെ ആഹ്വാനം അനുസരിച്ച് മുന്നോട്ട് വന്ന ലേവി ഗോത്രത്തെ പൗരോഹിത്യ ഗോത്രമായി ദൈവം വേർതിരിക്കുന്നു. അതുവരെ കുടുംബത്തലവന്മാരായിരുന്നു. അന്ന് മുതൽ ലേവി ഗോത്രത്തിനാണ് ചുമതല. ഈ അപ്പൻ മൂത്ത മകന് കൊടുക്കുന്നത് ജ്യേഷ്ഠാവകാശമാണ്. ജ്യേഷ്ഠാവകാശത്തിൽ 4 കാര്യങ്ങളുണ്ട്. ഒന്ന്, രാജത്വം ആ ഗോത്രത്തിനുള്ളതാണ്. 2, പൗരോഹിത്യം ആ ഗോത്രത്തിനുള്ളതാണ്. 3, ദശാംശം ആ ഗോത്രത്തിനുള്ളതാണ്. 4, ഇരട്ടിപ്പങ്ക് ആ ഗോത്രത്തിനുള്ളതാണ്. ഇതാണ് അതിന്റെ സെമറ്റിക് രീതി എന്ന് പറയുന്നത്. രാജത്വം, പൗരോഹിത്യം, ദശാംശം, ഇരട്ടിപ്പങ്ക്. യാക്കോബിന്റെ മക്കളിൽ മൂത്തവനായ രൂപേന് ജ്യേഷ്ഠാവകാശം കിട്ടിയില്ല, കൊടുത്തില്ല. അതിന്റെ കാരണം യാക്കോബ് പറയുന്നുണ്ട്, വെള്ളം പോലെ തുളുമ്പുന്നവനെ നീ ശ്രേഷ്ഠനാകയില്ല, അവനെ ശപിച്ചു. എന്നിട്ട് ആ ജ്യേഷ്ഠാവകാശത്തിന്റെ അനുഗ്രഹങ്ങൾ അങ്ങോട്ട് പോയേ. രാജത്വം യഹൂദാ ഗോത്രത്തിന് കിട്ടി, പൗരോഹിത്യവും ദശാംശവും ലേവി ഗോത്രത്തിന് കിട്ടി, ഇരട്ടിപ്പങ്ക് യോസേഫ് ഗോത്രത്തിന് കിട്ടി.
അവിടെ മുതൽ ഒരാളിലേക്കല്ല പോയത്. രാജത്വം യഹൂദാഗോത്രത്തിന് പോയി. നമ്മുടെ മശിഹ യഹൂദാഗോത്രത്തിലാണ് ജനിച്ചത്. പൗരോഹിത്യം ലേവി ഗോത്രത്തിന് പോയി. ദശാംശവും ഇരട്ടി പങ്ക് യോസേഫ് ഗോത്രത്തിന് പോയി. അന്ന് മുതൽ ലേവി ഗോത്രം പുരോഹിതന്മാരും അഹറോന്യ കുടുംബം മഹാപുരോഹിതന്മാരുമാണ്. അതാണ് ഇസ്രായേൽ സമൂഹത്തിലെ പൗരോഹിത്യത്തിന്റെ നിയമം എന്ന് പറയുന്നത്. ലേവി ഗോത്രക്കാർ മുഴുവൻ പുരോഹിതന്മാരായി. അഹറോന്റെ കുടുംബത്തിലുള്ളവർ മഹാപുരോഹിതന്മാരുമായി. ഇത് നമ്മൾ ആദ്യം പഠിക്കേണ്ടത് അതാണ്, ലേവ്യ പൗരോഹിത്യം. ഈ ലേവ്യ പൗരോഹിത്യം എന്തിന്? ദൈവം എന്തിനത് സ്ഥാപിച്ച്? ദൈവം സ്ഥാപിച്ചത് മശിഹയുടെ പൗരോഹിത്യത്തിന്റെ നിഴലാണിത്. ലേവ്യ പൗരോഹിത്യം എന്നും എന്നേക്കുള്ളതല്ല, മശിഹൈക പൗരോഹിത്യത്തിന്റെ നിഴലാണ്. അവരുടെ ശുശ്രൂഷയെ കുറിച്ച് പറയുന്നത് വായിക്കാം നമുക്ക്. എബ്രായ ലേഖനം 8-ാം അധ്യായം 5-ാം വാക്യം വായിക്കാം. എബ്രായ ലേഖനം 8-ാം അധ്യായം 5-ാം വാക്യം. കൂടാരം തീർപ്പാൻ മോശെ ആരംഭിച്ചപ്പോൾ പർവ്വതത്തിൽ നിനക്ക് കാണിച്ച മാതൃക പ്രകാരം നീ സകലവും ചെയ്യുവാൻ നോക്കുക എന്ന് അവനോട് അരുളി ചെയ്തതുപോലെ അവൻ സ്വർഗീയത്തിന്റെ ദൃഷ്ടാന്തവും നിഴലുമായതിൽ ശുശ്രൂഷ ചെയ്യുന്നു. അപ്പൊ ലേവ്യ പുരോഹിതന്മാർ എവിടെ ശുശ്രൂഷിക്കുന്നേ? സ്വർഗീയ കൂടാരത്തിന് നിഴലായതിലാണ് ശുശ്രൂഷിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ലേവ്യ പൗരോഹിത്യം നിഴൽ ശുശ്രൂഷയാണ്. യഥാർത്ഥ ശുശ്രൂഷ മശിഹാ തമ്പുരാന്റെ യേശു ക്രിസ്തുവിൻ്റെതാണ്. ക്രിസ്തുവിന്റെ പൗരോഹിത്യം ലേവി പൗരോഹിത്യവുമായി അഹരോന്യ പൗരോഹിത്യവുമായി ഒരു ബന്ധവുമില്ല. കാരണം യേശു ലേവി ഗോത്രക്കാരനല്ല, യഹൂദ ഗോത്രക്കാരനാണ്. യഹൂദ ഗോത്രത്തിൽപ്പെട്ട മറിയയിലാണ് യേശു ജനിച്ചത്. അതുകൊണ്ട് യേശുവിന്റെ ഗോത്രം യഹൂദ ഗോത്രമായി. അപ്പൊ പിന്നെ ലേവ്യ പൗരോഹിത്യത്തിന് എന്ത് ബന്ധം യേശുവുമായി? ഒരു ബന്ധവും ഇല്ല. അഹരോന്റെ ഓർഡറിലല്ല യേശു മഹാപുരോഹിതനായത്, മൽക്കീസദേക്കിന്റെ ഓർഡറിലാണ്. അതാണ് വ്യത്യാസം. അപ്പം ലേവ്യ പൗരോഹിത്യ ദൈവം വെച്ചത്, ക്രിസ്തുവിന്റെ പൗരോഹിത്യത്തിന് മുമ്പുള്ള പൗരോഹിത്യം വെച്ചത് നിഴലായ പൗരോഹിത്യമാണ്. ഇതെല്ലാം വരാനിരിക്കുന്ന മശിഹയുടെ പൗരോഹിത്യത്തെ ചൂണ്ടിക്കാണിക്കുന്നതാണ്. റിയൽ ഹൈ പ്രീസ്റ്റ് എന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ്. മറ്റതൊക്കെ വെറും തൽക്കാലത്തെ നിഴൽ മാത്രമാണ്, ഒരിക്കലും സ്ഥിരമായതല്ല. പുതിയ നിയമസഭയിൽ ലേവ്യ പൗരോഹിത്യവുമായി ഒരു ബന്ധവും ആർക്കുമില്ല. പുതിയ നിയമസഭയിൽ പുരോഹിതന്മാരുണ്ട്, എല്ലാവരും പുരോഹിതന്മാരാണ്. മഹാപുരോഹിതനില്ല, അത് യേശു ക്രിസ്തുവാണ്. അതാണ് വ്യത്യാസം. എന്നാൽ എപ്പിസ്കോപ്പൽ സഭകള് ലേവ്യ പൗരോഹിത്യം ഇന്നുമുണ്ട് എന്ന് പഠിപ്പിക്കുന്നവരാണ്. എപ്പിസ്കോപ്പൽ സഭകൾ, യാക്കോബായ സഭകൾ പോലെയുള്ള കേരള ക്രൈസ്തവര് ആ പൗരോഹിത്യം ഇങ്ങനെ പിന്തുടർച്ചയായി വന്നു എന്ന് കാണിക്കാൻ അവര് സാധാരണ ചൊല്ലുന്ന ഒരു പാട്ട് ഉണ്ട്. ആദ്യാചാരിത്വം കൈക്കൊണ്ട് അഹ്റോൻ മോശയോടൊന്നിച്ച് അഹ്റോൻ സ്കറിയാക്കത് നൽകി, സ്കറിയ യോഹന്നാനേകി, യോഹന്നാൻ കർത്താവിനും കർത്തൻ തന്നെ ശ്രീകന്മാർക്കും നാനാജാതി മതസ്ഥർക്കും എന്ന് അവർ പറയുന്നത്. അഹ്റോന്റെ പൗരോഹിത്യമാണ് കറിയയുടെ, സെക്കരിയാവിൽ നിന്നുള്ള പൗരോഹിത്യം യോഹന്നാന് കിട്ടി. യോഹന്നാൻ അത് യേശുക്രിസ്തുവിന് കൊടുത്തു, ക്രിസ്തു ശ്ലീഹാമാർക്ക് കൊടുത്തു, അത് ശ്ലീഹന്മാരിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകർന്നു.
ഇതാണ് യാക്കോബായ സഭയിലെ പൗരോഹിത്യം സംബന്ധിച്ച അവരുടെ കാഴ്ചപ്പാട്. സെക്കരിയാവ് യോഹന്നാന് പൗരോഹിത്യം കൊടുത്തില്ല. യോഹന്നാൻ സ്നാപകന് യേശുവിന് പൗരോഹിത്യം കൈമാറിയില്ല. യേശു പൗരോഹിത്യം സ്ത്രീകന്മാർക്കും കൊടുത്തില്ല. അബദ്ധവും ശുദ്ധ നുണയുമാണ്, പച്ചക്കള്ളമാണത്. പൗരോഹിത്യം സംബന്ധിച്ച് പട്ടത്വ സഭകൾ പറഞ്ഞു വരുന്ന കാര്യം ലേവ്യ പൗരോഹിത്യവുമായി തങ്ങൾക്ക് ബന്ധമുണ്ടെന്നാണ്. എന്നാൽ അങ്ങനൊരു ബന്ധം ലേവ്യ പൗരോഹിത്യവുമായി ഒരു പുതിയ നിയമസഭയ്ക്ക് ഇല്ല. ഇത് യാക്കോബായ ഓർത്തഡോക്സ് സഭകളാണ് ഈ രീതി അവലംബിക്കുന്നത്. കത്തോലിക്ക സഭ അത് പറയുന്നില്ല. കത്തോലിക്ക സഭയിലെ പൗരോഹിത്യം അതുമായി ബന്ധമില്ല. അവർ അഹരോന്യ പൗരോഹിത്യവുമായി കൂട്ടിക്കുഴയ്ക്കുന്നില്ല. പത്രോസിൽ നിന്ന് കിട്ടിയതും ശ്ലീഹന്മാരിൽ നിന്ന് കിട്ടിയതുമായ പൗരോഹിത്യമാണെന്നേ പറയുന്നുള്ളൂ. ഈ രണ്ട് സഭകളും തമ്മിൽ അക്കാര്യത്തിൽ വ്യത്യാസമാണ്. നമ്മളാകട്ടെ ഭൂമിയിൽ ഒരു മഹാപുരോഹിതൻ ഉണ്ടെന്ന് പുതിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ വിശ്വസിക്കുന്നില്ല, അംഗീകരിക്കുന്നില്ല. നമുക്കൊരു മഹാപുരോഹിതനേ ഉള്ളൂ. ഭൂമിയിൽ നമുക്ക് മഹാപുരോഹിതൻ ഇല്ല. സ്വർഗത്തിലാണ് നമ്മുടെ മഹാപുരോഹിതൻ. എബ്രായ ലേഖനം നമ്മുടെ മഹാപുരോഹിതൻ എങ്ങനെയാണ്? അതിന്റെ 4-ാം അധ്യായം 14-ാം വാക്യം. 4-ാം അധ്യായം 14-ാം വാക്യം. ആകയാൽ ദൈവത്തിനായ യേശു ആകാശത്തിൽ കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളുക. ആകാശത്തിൽ കൂടി കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ നമുക്കുണ്ട്. നമ്മുടെ മഹാപുരോഹിതൻ ഉയരത്തിലാണ്. ഭൂമിയിലുള്ള മനുഷ്യരാരും മഹാപുരോഹിതന്മാരല്ല. അതാണ് പുതിയ നിയമം പഠിപ്പിക്കുന്നത്. ഇനി അത് മാത്രമാണോ? എബ്രായർ 7-ാം അധ്യായം 26-ഉം 27-ഉം വാക്യങ്ങൾ വായിക്കാം. ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടിയത്. പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേർവിട്ടവൻ, സ്വർഗത്തെക്കാൾ ഉന്നതനായി തീർന്നവൻ. ആ മഹാപുരോഹിതന്മാരെ പോലെ ആദ്യം സ്വന്തം പാപങ്ങൾക്കായും പിന്നെ ജനത്തിന്റെ പാപങ്ങൾക്കായും ദിനം പ്രതി യാഗം കഴിപ്പാൻ ആവശ്യമില്ലാത്തവൻ തന്നെ. ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടത്. നമ്മുടെ മഹാപുരോഹിതൻ ആരായിരിക്കണം? പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേർപെട്ടവൻ, സ്വർഗത്തെക്കാൾ ഉന്നതനായി തീർന്നവൻ, സ്വന്തം പാപത്തിനു വേണ്ടി യാഗം വേണ്ടത്. ഭൂമിയിലെ സകല മഹാപുരോഹിതന്മാരും അവരുടെ പാപത്തിനു വേണ്ടി പ്രായശ്ചിത്തം കഴിക്കേണ്ടവരാണ്. മാർപ്പാപ്പ പറയുന്നൊരു വാക്കുണ്ട്, മിയാ കൂൾപ്പ, മിയാ കൂൾപ്പ, മിയാ കൂൾപ്പ. മിയാ കൂൾപ്പ എന്ന് പറയുന്നത് എന്റെ പിഴ എന്നർത്ഥം. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ പിഴ. നമ്മുടെ നാട്ടിലെ പള്ളികളിലെ പുരോഹിതന്മാർ പറയാറുണ്ട്, ബലഹീനനും പാപിയായും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. യോഗം പിരിഞ്ഞു പോകുമ്പോൾ പള്ളി പിരിയാൻ നേരം പറയുന്ന, നിങ്ങളെല്ലാവരും ബലഹീനനും പാപിയുമായ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പൊ ഭൂമിയിലെ ഏതൊരു മനുഷ്യനും അവന്റെ പാപത്തിന് പരിഹാരം കാണേണ്ടവനാണ്. നമ്മുടെ മഹാപുരോഹിതന്റെ പ്രത്യേകത, സ്വന്തം പാപത്തിന് വേണ്ടി യാഗവും വേണ്ട, ഒരു പ്രായശ്ചിത്തവും വേണ്ട. കാരണം അവനിൽ പാപമില്ല. പാപമില്ലാത്ത പരിശുദ്ധനായ, പവിത്രനായ, നിർമ്മലനായ, നിർദോഷനായ യേശു ക്രിസ്തുവാണ് നമ്മുടെ മഹാപുരോഹിതൻ. തനിക്ക് പാപത്തിന് വേണ്ടി ഒരു പാപപരിഹാര ബലി ആവശ്യമേ ഇല്ല. ബാക്കി എല്ലാവർക്കും വേണം. അവിടെ തികഞ്ഞവനാണ് നമ്മുടെ മഹാപുരോഹിതൻ, കുറവുള്ളവരാണ് ഭൂമിയിലെ പുരോഹിതന്മാർ. എന്നാൽ
പുതിയ നിയമസഭയിൽ പുരോഹിതന്മാരുണ്ടോ? എല്ലാവരും പുരോഹിതന്മാരാണ്. പത്രോസിന്റെ ലേഖനത്തിൽ അങ്ങനെ പറയുന്നത്. പത്രോസ് പറയുകയാണ്, നിങ്ങളോ അന്ധകാരത്തിൽ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിക്കപ്പെട്ടവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി. അല്ലെ, വായിച്ചേ 1 പത്രോസ് 2:9 വാക്യം. 1 പത്രോസ് 2:9. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനമാകുന്നു. നിങ്ങൾ രാജകീയ പുരോഹിത വർഗമാണ്. ആരാ? വിളിക്കപ്പെട്ട സഭ. സഭയിലെ സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ എല്ലാവരും പുരോഹിതന്മാരാണ്. മഹാപുരോഹിതൻ ഒരാളെ ഉള്ളൂ, അത് യേശു കർത്താവാണ്. പഴയമത്തിൽ അങ്ങനല്ല. ലേവി ഗോത്രം മുഴുവൻ പുരോഹിതന്മാരാണ്. മഹാപുരോഹിതൻ ഒരാളെ ഉള്ളൂ, അത് അഹരോനാണ്, അല്ലെങ്കിൽ അഹരോന്റെ മകനാണ് മരിച്ചു കഴിയുമ്പോൾ. അതാണ് വ്യത്യാസം. ഒന്ന് നിഴലാണ്, ഒന്ന് പൊരുളാണ്. ഒന്ന് നിഴലും മറ്റൊരു യാഥാർത്ഥ്യവുമാണ്. ഇപ്പൊ യാഥാർത്ഥ്യത്തിന്റെ സമയമാണ്, നിഴലിന്റെ സമയമല്ല. ലേവി പൗരോഹിത്യം മാറിപ്പോയി. ലേവി പൗരോഹിത്യം യേശു കുരിശിൽ മരിച്ചപ്പോ ദൈവാലയത്തിലെ തിരശ്ശീല മേൽതൊട്ടടിയോളം രണ്ടായി കീറിപ്പോയി. അപ്പൊ ദൈവാലയത്തിലെ ശുശ്രൂഷയിൽ അന്ന് വരെ ഉപയോഗിച്ചിരുന്ന 3 ഭാഗങ്ങൾ പൊതുജനത്തിന് മുമ്പിൽ തുറന്നു കൊടുക്കുക കർത്താവ്. കീറിപ്പോയി. ഇനി അത് ആവശ്യമില്ല. കാരണം എന്താണ്? യേശുവിന്റെ പൗരോഹിത്യം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. സ്വർഗത്തിലേക്ക് കരേറിപ്പോയി. നമുക്ക് വേണ്ടി പിതാവിന്റെ വലത്ത് ഭാഗത്ത് പക്ഷവാദം ചെയ്യുന്നു. നമ്മുടെ മധ്യസ്ഥനായി പിതാവിന്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി മധ്യസ്ഥ അണക്കെയാണ് ഇപ്പോൾ മശിഹാ തമ്പുരാൻ ചെയ്യുന്ന കാര്യം. അപ്പൊ നമ്മൾ ഇന്ന് ശ്രദ്ധിച്ച കാര്യം, പൗരോഹിത്യം എങ്ങനെ ആരംഭിച്ചു? ലേവി പൗരോഹിത്യത്തിന് മുമ്പ് പൗരോഹിത്യം എങ്ങനെയാണ് നിലനിന്നത്? കുടുംബത്തലവന്മാരായിരുന്നു. ലേവി പൗരോഹിത്യം തുടങ്ങിയതോടുകൂടെ അതൊരു ഗോത്രത്തിന്റെ മേൽ വന്നു. അത് ലേവി ഗോത്രമാണ്. അതിൽ അഹരോന്റെ കുടുംബത്തിലാണ് മഹാപുരോഹിതൻ. മഹാപുരോഹിതൻ അഹരോന്റെ കുടുംബത്തിൽപ്പെട്ടയാളാണ്. അയാൾ മരിക്കുമ്പോൾ മകനാണ്, അയാൾ മരിക്കുമ്പോൾ അയാളുടെ മകനാണ്. അങ്ങനെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കർത്താവ് മഹാപുരോഹിതനായി ഇന്ന് വരെ കൈമാറ്റം ചെയ്തില്ല. കാരണം മരണമില്ലാത്തവനാണ് നമ്മുടെ മഹാപുരോഹിതൻ. മരണമില്ലാത്ത പുരോഹിതൻ, പാപമില്ലാത്ത പുരോഹിതൻ, സ്വന്തം പാപത്തിന് വേണ്ടി യാഗം വേണ്ടാത്ത മഹാപുരോഹിതൻ, സ്വർഗത്തെക്കാൾ ഉന്നതനായി തീർന്നവൻ. ഒത്തിരി ക്വാളിഫിക്കേഷൻസ് യേശുവിന്റെ പൗരോഹിത്യത്തിനുണ്ട്. അപ്പൊ ലേവി പൗരോഹിത്യം എന്ന് പറയുന്നത് നിഴലാണ്. അത് ലേവ്യ പുസ്തകത്തിൽ വിശദീകരിക്കുന്നു. അഹരോനെയും മക്കളെയും മഹാപുരോഹിതന്മാരാക്കുന്ന ശുശ്രൂഷ ലേവ്യ പുസ്തകം 8-ാം അധ്യായത്തിലുണ്ട്. ഒരു പ്രത്യേക യാഗം കഴിച്ചാണ് അവരെ മഹാപുരോഹിതരാക്കുന്നത്. അതിന് കരപൂരണ യാഗം എന്നാണ് പറയുന്നത്. മഹാപുരോഹിതനാക്കി വെക്കുന്ന ശുശ്രൂഷയാണത്. ലേവ്യ പുസ്തകം 8-ാം അധ്യായം മുഴുവൻ അതാണ്. കരപൂരണയാഗം, സാക്രിഫൈസ് ഓഫ് ഓർഡിനേഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയും. ഓർഡിനേഷൻ, അങ്ങനെയാണ് മഹാപുരോഹിതനാക്കുന്നത്. നമ്മുടെ കർത്താവ് ഒരിക്കലും ലേവി ഗോത്രത്തിലല്ല. ലേവി ഗോത്രത്തിന്റെ കരപൂരണയാഗം കഴിച്ചിട്ടില്ല. അഹരോന്റെ കുടുംബമായി യേശുവിന് ബന്ധമില്ല. യേശു ദാവീദിന്റെ കുടുംബക്കാരനാണ്. അത് നമ്മൾ വിശദമായി പിന്നീട് നമുക്ക് പഠിക്കാം. ഫണ്ടമെന്റലായ ഈ കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക. എന്തെങ്കിലും കാര്യങ്ങൾ വിശദമാക്കാനുണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ അത് പറയാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഈ പറഞ്ഞു വന്ന കാര്യങ്ങളിൽ
എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകാത്തതോ വിശദമാക്കേണ്ടതോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ചോദിക്കാം. അത് വിശദീകരിച്ചിട്ട് ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അത് പറഞ്ഞിവിടെ അവസാനിപ്പിക്കാം. ക്ലാസ് ഞാൻ 1 hour നീട്ടുന്നില്ല. എന്തെങ്കിലും കാര്യം ഇന്ന് പഠിച്ചതിൽ നിങ്ങൾക്ക് ചോദിക്കാനുണ്ടോ? പൗരോഹിത്യം സംബന്ധമായത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. സാറേ പ്രൈസിനോട് സാറേ പറയൂ. സാറേ ലേവിയ ഗോത്രക്കാരുടെ 3 ശാഖകളുണ്ടല്ലോ സാറേ, ഗെർശോനിയർ, കെഹാത്യർ, മെരാരിയർ. ഇതൊന്ന് വിശദീകരിച്ചു കൊള്ളാം സാറേ. അത് കെഹാത്തിന്റെ 3 മക്കളിൽപ്പെട്ടവരാണ് അവരെല്ലാം. അമ്രാമിന്റെ മക്കളിൽപ്പെട്ടവരാണ് അവര്. ആ കുടുംബത്തിൽ കെഹാത്തിനുണ്ടായ മക്കളിൽ നിന്നാണ് ഇവരെ ഗോത്രം തിരിക്കുന്നത്. അത് ഓരോ കുടുംബങ്ങളാ. കെഹാത്യർ കെഹാത്തിന്റെ മക്കൾ, ഗെർശോന്യർ ഗെർശോനിന്റെ മക്കൾ, മെരാരിയർ മെരാരിയുടെ മക്കൾ. ഇവർക്ക് ഡ്യൂട്ടി ഉണ്ട്, ഡിഫറെന്റ് ഡ്യൂട്ടിയാ. ഒരു കൂട്ടർ സമാഗമന കൂടാരത്തിലെ വിശുദ്ധ ഉപകരണങ്ങൾ ചുമക്കാനുള്ളവരാണ്. വേറൊരു കൂട്ടര് കൂടാരത്തിന്റെ കുറ്റികളും അതും ഇതും ഒക്കെ ചുമക്കേണ്ടവരാണ്. ഓരോ കാര്യങ്ങൾ ഒരിടത്ത് നിന്ന് പാളയമടിച്ച് മറ്റൊരിടത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ ഈ 3 കുടുംബങ്ങൾക്കാണ് ഇത് ചുമന്നുകൊണ്ടു പോകാനുള്ള ചുമതല. പെട്ടകം തൊടാൻ കെഹാത്യർക്കേ അനുവാദമുള്ളൂ. അവരടുത്ത് ചെന്ന് ശീല കഴിച്ച് പൊതിഞ്ഞു കെട്ടി തണ്ടിന്മേൽ പെട്ടകം കൊണ്ടുപോകണം. വേറെ ആർക്കും എടുക്കാൻ ഒക്കുകയില്ല. ഈ ഓരോ കുടുംബങ്ങളാണ് സമാഗമന കൂടാരം സംബന്ധിച്ച ഡ്യൂട്ടി ചെയ്യുന്നത്. അതിന്റെ പേരിലാണ് അവരെ തരംതിരിച്ചിരിക്കുന്നത്. അവർ മാത്രമേ അത് ചെയ്യാവൂ, വേറെ ആരും ചെയ്തുകൂടാ. പെട്ടകം എടുക്കേണ്ടവരുണ്ട്, മറ്റ് വിശുദ്ധ ഉപകരണങ്ങൾ എടുക്കേണ്ടവരുണ്ട്, കൂടാരമഴിച്ച് അതിന്റെ പാളയത്തിന്റെ കാര്യങ്ങൾ ചുമക്കേണ്ടവരുണ്ട്, വിശുദ്ധ സ്ഥലത്തിന്റെ പലകകൾ ചുമക്കേണ്ടവരുണ്ട്. ഇതിനെല്ലാം ചുമതലകളുണ്ട്, ഡ്യൂട്ടി. അങ്ങനെ ചെയ്യാൻ നിയോഗിക്കപ്പെട്ട കുടുംബങ്ങൾ തലവന്മാരുടെ പേരും ആ കുടുംബത്തിന്റെ പേരുമാണ് കെഹാത്യർ, മെരാരിയർ, ഗെർശോന്യർ എന്ന് പറയുന്നത്. ഓക്കെ.